നന്മയുടെ വിളനിലയത്തിൽ ഒരു ലേശം മഞ്ഞപ്പൂക്കൾ വിരിക്കാമെന്ന് കരുതിയിട്ടല്ല ഞാൻ ഇന്ന് ഈ മഞ്ഞ ടീഷർട്ടും ഇട്ട് ഇവിടെ ഇരിക്കുന്നത്. ഞാൻ എടുത്തു പറയാൻ പോകുന്ന വിഷയവും ലേശം മഞ്ഞ കലർന്നതായതുകൊണ്ട് തന്നെ എനിക്കിന്ന് വളരെയേറെ ഇഷ്ടം തോന്നിയ മഞ്ഞ വസ്ത്രം ധരിക്കുവാനും തോന്നി. എന്റെ വിഷയം ശ്രീനാരായണ ഗുരുദേവൻ കണ്ടിരുന്ന ആ ഒരു സങ്കല്പവും, എന്നാൽ ഇന്ന് SNDP എന്ന് പറയുന്ന വലിയൊരു പ്രസ്ഥാനത്തിന്റെ SNDP എന്ന് പറയുന്ന പ്രസ്ഥാനം മികച്ചതാണ്. കാരണം അതിന്റെ ലക്ഷ്യവും വളരെ മികച്ചതായിരുന്നു. ഇന്ന് അതിന്റെ മെയിൻ പൊസിഷനിൽ ഇരിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ കാണുന്ന ആ ഒരു ലക്ഷ്യവും, ഈ രണ്ട് വിഷയങ്ങളെ കുറിച്ച് ഒന്ന് എന്റെ ബോധത്തിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ എന്റെ ബോധ്യത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുവാനാണ് ഞാൻ നേടിയിട്ടുള്ള എന്റെ പരിമിതമായ അറിവുകളിൽ നിന്നുകൊണ്ട് സംസാരിക്കാനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഏതെങ്കിലും പോയിന്റിൽ എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകളോ ഏതെങ്കിലും പോയിന്റിൽ എന്തെങ്കിലും അപാകതകളോ ഉണ്ടെങ്കിൽ ഇതറിയുന്ന, ഇതിനെക്കുറിച്ച് ഒരുപാട് പഠിച്ചിട്ടുള്ളവർ ആ ഒരു സ്ഥലത്ത് അതിനൊന്ന് തിരുത്തണമെന്നും കൂടി ഞാൻ പറയുന്നു. നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം. ഞാൻ പൊതുവെ എന്റെ വീഡിയോകളെല്ലാം തുടങ്ങുമ്പോൾ തന്നെ ഞാൻ വ്യക്തമായിട്ടുള്ള എന്റെ വിഷയം എന്താണെന്ന് പറഞ്ഞു തന്നെയാണ് പോകാറുള്ളത്. ഞാൻ ഇന്നും എന്റെ വീഡിയോയുടെ തുടക്കത്തിൽ അത് പറഞ്ഞു. പക്ഷെ എനിക്കിന്ന് ഈ വീഡിയോ ചെയ്യുന്നതിനകത്ത് രണ്ട് കാര്യങ്ങളും കൂടി പറഞ്ഞു വെക്കുവാനുണ്ട്. എന്റെ നാട് അരുവിപ്പുറമാണ്. ഞാൻ ജനിച്ചത് അരുവിപ്പുറത്താണ്. അരുവിപ്പുറത്തിന്റെ മഹത്വം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എനിക്ക് തോന്നുന്നു ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു മലയാളിക്ക് അരുവിപ്പുറം എന്താണെന്നും ചരിത്രബോധമുള്ള ഒരു മനുഷ്യന് അരുവിപ്പുറത്ത് എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്നും വ്യക്തമായിട്ടുള്ള ഒരു ധാരണയുണ്ട്. കാരണം 1888 വിശ്വഗുരുദേവൻ അവിടെ ഒരു ശിവപ്രതിഷ്ഠ നടത്തുകയുണ്ടായി. ആ ശിവപ്രതിഷ്ഠയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അയിത്തവൽക്കരിക്കപ്പെട്ട, ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ പോലും തൊട്ടു തീണ്ടായ്മയും അത്തരത്തിലുള്ള കൊടിയ പാപങ്ങൾ നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി, അവിടെ ആ സമയത്ത് ഗുരു ഒരു മതത്തെയോ ഒരു ജാതിയെയോ ഒരു വിശ്വാസത്തെയോ ഒരു രാഷ്ട്രീയത്തെയോ, ഇന്നത്തെ പോലെ അന്ന് രാഷ്ട്രീയം ഇല്ലെങ്കിൽ പോലും ഞാനത് ആഡ് ഓൺ ചെയ്ത് പറയുന്നത് സമകാലിക വിഷയത്തിലെ കുറച്ച് കാര്യങ്ങളും കൂടി എനിക്ക് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താനുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന് വേണ്ടിയിട്ടാണ് അന്ന് ശ്രീനാരായണ ഗുരുദേവൻ അവിടെ ഒരു ശിവപ്രതിഷ്ഠ നടത്തുന്നത്. കാരണം ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് പറയുന്ന വളരെ ശ്രേഷ്ഠമായ ഒരു സങ്കല്പം, ആ ഒരു സങ്കല്പത്തെ വ്യക്തമായ രീതിയിൽ അടയാളപ്പെടുത്തിയിട്ട് തന്നെയാണ് ഗുരുദേവൻ തന്റെ ജീവിതം നമ്മുടെ സമാധിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ തന്നെ നവോത്ഥാനത്തിന്റെ ഒരു നായകൻ എന്ന രീതിയിൽ നമ്മൾ മലയാളികൾ ഏറ്റുപറയുന്ന ശ്രീനാരായണ ഗുരുദേവൻ തന്റെ ജീവിതം കൊണ്ട് ഒരുപാട് മെസ്സേജുകൾ നമ്മുടെ സമൂഹത്തിന് കൊടുത്തിട്ടുമുണ്ട്. അതിന് ഏറ്റവും തുടക്കം കുറിച്ച് അല്ലെങ്കിൽ അതിനൊരു തുടക്കം കുറിക്കുന്ന ഇടം എന്ന് പറയുന്നത് അരുവിപ്പുറമാണ്. അതുകൊണ്ട് തന്നെ അരുവിപ്പുറത്തിൽ ജനിക്കാൻ സാധിച്ചതിൽ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു. ഞാൻ അവിടത്തുകാരനാണെന്ന് പറയുവാൻ എനിക്ക് ഒരിടത്തും ലെവലേശം മടിയില്ല. കാരണം ഞാൻ എന്റെ ഇടം, ഞാൻ വളർന്ന എന്റെ സാഹചര്യം എപ്പോഴും ഒരു ഗുരു ചിന്തകളോടും അതുപോലെ തന്നെ ഗുരുവിന്റെ ആദർശങ്ങളും കേട്ടുകൊണ്ട് തന്നെയാണ്. ഇതിലൊരു മനുഷ്യനെ പാകപ്പെടുത്തിയെടുക്കുവാൻ, കാരണം എന്നിൽ ഒരുപാട് തെറ്റുകളുണ്ട്, എന്നിൽ ഒരുപാട് ശരികളും ഉണ്ടാവും. പക്ഷെ എന്നിലെ തെറ്റുകളെ എന്റെ ശരികളെക്കാൾ കൂടുതൽ ഞാനൊരു സാധാരണ മനുഷ്യനാണ്. ഈ ലോകത്തുള്ള എല്ലാ തരത്തിലുള്ള സുഖങ്ങളും എല്ലാ തരത്തിലുള്ള അനുഭവങ്ങളും അതേ രീതിയിൽ ഫീൽ ചെയ്യുന്ന ഒരു സാധാരണക്കാരായ മനുഷ്യനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എന്റെ ചിന്തകളെ എനിക്ക് ഒരു പക്ഷേ ഏതെങ്കിലും ഒരു തെറ്റുകളിൽ കൊണ്ടെത്തിക്കാം, അല്ലെങ്കിൽ എന്റെ പ്രവൃത്തികൾ ഏതെങ്കിലും ഒരു തലത്തിൽ ചെന്ന് നിൽക്കുന്ന ഒരു തെറ്റിലേക്കായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ലോകത്ത് ആരും കംപ്ലീറ്റ് പെർഫെക്റ്റ് ആയിട്ട് ഇല്ല. അതുകൊണ്ട് തന്നെ എന്റെ മനസ്സിനും ഞാൻ എന്ന് പറയുന്ന വ്യക്തിക്കും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാവും. അവിടെ നിന്നും ഞാൻ എന്നിലേക്ക് എത്തുന്ന ഒരു ദൂരമുണ്ട്. അതായത് എന്റെ തെറ്റുകളിൽ നിന്നും എന്റെ ശരികളിലേക്ക് എത്തുന്ന ഒരു ദൂരമുണ്ട്. ആ ദൂരത്തിൽ എവിടെയൊക്കെ എന്നെ സ്വാധീനിച്ചിട്ടുള്ള ഒരു ഘടകമാണ് ഈ പറയുന്ന ഗുരു സന്ദേശങ്ങളും ഗുരു വെച്ചിട്ടുള്ള ദർശനങ്ങളും. അതൊരു ദൈവികത അല്ലെങ്കിൽ അതിനൊരു ഹൈന്ദവ ആചാരങ്ങളുമായിട്ട് കെട്ടുപണഞ്ഞു കിടക്കുന്ന ഒരു ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല. ഗുരു പറഞ്ഞിരുന്ന സങ്കല്പം എന്ന് പറയുന്നത് നമ്മളെ സ്നേഹിക്കുവാനും, അതായത് നമ്മൾ തന്നെയാണ് ദൈവം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, ആ ഒരു തിയറി വളരെ വെൽ ഡിഫൈൻ ചെയ്ത് അത് വളരെ വ്യക്തമായ രീതിയിൽ ഒരു പ്രതിഷ്ഠയോടുകൂടി, കണ്ണാടി എന്ന് പറയുന്ന ഒരു പ്രതിഷ്ഠയുണ്ട് ഗുരുദേവന്റെ. ആ കണ്ണാടിയിൽ നാം കാണുന്നത് നമ്മളെ തന്നെയാണ്, നമ്മളെ തന്നെ വണങ്ങും എന്നുള്ള ഒരു സങ്കല്പത്തോടു കൂടിയാണ് ഗുരു അതവിടെ പ്രതിഷ്ഠിക്കുന്നത്. അതിൽ ഒരുപാട് സിദ്ധാന്തങ്ങളുണ്ട്, ഒരുപാട് മാനങ്ങളുണ്ട്. ഒന്നും തന്നെ ഫോളോ ചെയ്യപ്പെടുന്നില്ല. അതൊന്നും തന്നെ ഇന്നത്തെ കാലത്ത് പ്രാവർത്തികമാക്കപ്പെടുന്നുമില്ല. ഒരുപാട് പേർ എന്തിനൊക്കെ വേണ്ടിയുള്ള ഓട്ടത്തിലാണ്, ഒരുപാട് പേർ എന്തൊക്കെയോ കെട്ടിപ്പടുത്തുവാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ്.
എന്തൊക്കെയോ മറന്നിട്ടുള്ള ഒരു എന്താ പറയാ ഒരു സമയമില്ലാത്ത തിടുക്കപ്പെട്ടുള്ള ഓട്ടത്തിലാണ്. അതിൽ നഷ്ടപ്പെട്ടു പോകുന്നത് കുറേയേറെ മൂല്യങ്ങളായിരിക്കാം. കാരണം ഞാനും അതിലൊരു അംഗമാണ്, ആ ഓട്ടത്തിൽ ഒരു അംഗമാണ്. ഞാനും എന്റെ ഒരുപാട് റെസ്പോൺസിബിലിറ്റികൾ മറന്നുകൊണ്ട്, എന്റേതായ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ മറന്നുകൊണ്ട്, എന്റേതായ ഇടങ്ങളിൽ ഞാൻ ചെയ്യാൻ പാടില്ലാത്ത തെറ്റുകൾ ചെയ്തുകൊണ്ട് ഞാൻ എന്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ എന്താ പറയുക, നമ്മളൊരു മനുഷ്യനായി ചെയ്തു കൂട്ടുന്ന പാവങ്ങൾ ഞാനായി ചെയ്തു കൂട്ടിയിട്ടുണ്ട്. ഞാൻ കംപ്ലീറ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളല്ല. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മൾ ഒരു നിമിഷം നമ്മൾ പുറകിലേക്ക് ചിന്തിക്കുമ്പോൾ നമ്മൾ ചെയ്തു കൂട്ടിയ തെറ്റുകളെ എവിടെയെങ്കിലും ഒരു നിമിഷം നമ്മൾ പറയുന്നുണ്ട്, നമ്മൾ ചെയ്ത പാവങ്ങളെ കുമ്പസരിക്കണം എന്നുള്ളൊരിത് ക്രൈസ്തവ വിശ്വാസത്തിൽ പറയുന്നുണ്ട്. താൻ ചെയ്ത പാപത്തിനെ കുമ്പസരിച്ചതിന് ശേഷം അവിടെ അത് കഴിഞ്ഞൊന്ന് പ്രാർത്ഥന കഴിഞ്ഞ് ആ ഒരു ഇത് കഴിഞ്ഞ് മടങ്ങുമ്പോൾ നീ ഒരു വിശുദ്ധനായ നല്ലൊരു മനുഷ്യനാണെന്ന് പറയപ്പെടുന്നുണ്ട്. അത് ആ ഒരു വിശ്വാസ പ്രമാണത്തിനകത്തുള്ളതാണ്. അതുപോലെ ഒരു വിശ്വാസ പ്രമാണമൊന്നും ഞാൻ വിശ്വസിക്കുന്ന എന്റെ ഹൈന്ദവ ആചാരങ്ങളിലില്ല. അഗ്നിശുദ്ധി, വ്രതശുദ്ധി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ചെയ്ത പാവത്തിനെ ഗംഗയിൽ കൊണ്ട് ഒഴുക്കിക്കളയുക എന്ന് പറയുന്നുണ്ടെങ്കിലും അതൊന്നും എത്രമാത്രം ഒരു ഹൈന്ദവ ആചാരത്തിനുള്ളിൽ അത്ര വർക്കാവുന്ന ഒരു വിഷയമാണെന്നൊന്നും എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ അതൊന്നും ഒരുപാട് ചികഞ്ഞു പോയിട്ടുമില്ല. കാരണം നമ്മൾ ചെയ്ത പാപങ്ങളെല്ലാം തന്നെ അത് നമ്മൾ തിരുത്തേണ്ടത് നമ്മുടെ ജീവിതം കൊണ്ടാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാള് ഞാൻ. നമ്മുടെ പ്രവൃത്തി കൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് നമുക്ക് അതിനൊരു സൊല്യൂഷൻ, അതിനൊരു പരിഹാരം കണ്ടെത്താൻ കഴിയണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇന്ന് പലയിടങ്ങളിൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി ഈ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന SNDPയുടെ തന്നെ ഏറ്റവും മെയിൻ പോസ്റ്റിൽ ഇരിക്കുന്ന ഒരു വ്യക്തി, നമുക്ക് ലേശം പ്രായത്തിന്റെ ഇതുള്ളത് കൊണ്ട് തന്നെ കുറച്ച് ബഹുമാന പുരസ്സരം തന്നെ നമുക്ക് അഭിസംബോധന ചെയ്യും. ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന മനുഷ്യൻ എന്ത് തരത്തിലുള്ള സന്ദേശമാണ് സമൂഹത്തിലേക്ക് നൽകുന്നത്? ഇവിടെ ഗുരു പറഞ്ഞത് എല്ലാവരെയും ഒന്നിച്ചു നിർത്തുവാനാണെങ്കിൽ, ഗുരു അരുൾ ചെയ്തത് എല്ലാവരും ഒന്നാണ് എന്നാണെങ്കിൽ, ഗുരു പറഞ്ഞ ഒരു ദൈവിക സങ്കല്പത്തിൽ എല്ലാവർക്കും തൊഴുവാനുള്ള ഇടമാണ് അമ്പലം എന്ന് പറഞ്ഞതെങ്കിൽ, ഗുരു പറഞ്ഞ സങ്കല്പത്തിനുള്ളിൽ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവമാണ് മനുഷ്യൻ എന്ന് പറഞ്ഞെങ്കിൽ, വേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന ഒരു മാതൃകാ സ്ഥാനമാണ് ഗുരു ആഗ്രഹിച്ചതെങ്കിൽ, എന്തുകൊണ്ട് അതിന്റെ എല്ലാം ഒരു മെസ്സഞ്ചറായി തുടരുന്ന, അല്ലെങ്കിൽ അതിന്റെ എല്ലാം ഒരു ഐഡിയോളജി ഫോളോ അപ്പ് ചെയ്യുന്ന വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഈ ഒരു പ്രസ്ഥാനത്തിന്റെ, അതായത് ഗുരു തന്നെ തുടങ്ങി വെച്ച ഒരു പ്രസ്ഥാനമാണ് SNDP എന്ന് പറയുന്ന വലിയൊരു പ്രസ്ഥാനം. ആ ഒരു പ്രസ്ഥാനത്തിന്റെ ഏറ്റവും ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്ന ഒരാളാണ് ഈ പറയുന്ന വെള്ളാപ്പള്ളി. എന്തിനേറെ കുമാരനാശാനും ഡോക്ടർ പൽപ്പുവും പോലുള്ള പ്രഗത്ഭരായ വ്യക്തികൾ നയിച്ച ഒരു പ്രസ്ഥാനമാണ് ഈ പറയുന്ന SNDP. ആ ഒരു പ്രസ്ഥാനത്തിന്റെ ഉള്ളിൽ നിൽക്കുന്ന, വളരെ ഞാൻ പറയുന്ന പോലെ ടോപ്പ് റേഞ്ചിൽ തന്നെ നിൽക്കുന്ന ഒരാളുടെ വായിൽ നിന്നും രണ്ട് സമുദായങ്ങൾ, അത് ഏതോ ആയിക്കോട്ടെ, സമുദായങ്ങൾ മാറി, അതൊരു മതത്തിൽ നിന്നും മാറി ഇടയിൽ ഭിന്നിപ്പുകൾ ഉണ്ടാക്കുന്ന തരത്തിൽ ഈ സമൂഹത്തിനുള്ളിൽ എന്ത് തരത്തിലുള്ള മെസ്സേജ് കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനെ വന്ന് പൊതു ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ കൊടുക്കുന്നത്? കുറച്ചു നാളുകൾക്ക് മുമ്പ് മുസ്ലിങ്ങൾക്കെതിരെ നടത്തിയിട്ടുള്ള ഒരു പരാമർശം നമ്മുടെ പൊതുമധ്യത്തിൽ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ന് ക്രിസ്ത്യാനികൾക്കെതിരെ നടത്തിയിട്ടുള്ള ഈ ഒരു പരാമർശവും നമ്മുടെ പൊതുമധ്യത്തിൽ നിൽക്കുന്നുണ്ട്. ഇതെല്ലാം കൊടുക്കുന്ന സന്ദേശം എന്താണ്? ഗുരു പറഞ്ഞ ഒരു സന്ദേശവുമായി ഇതിനെ എങ്ങനെയാണ് നമുക്ക് കൂട്ടിയോജിപ്പിക്കാൻ സാധിക്കുന്നത്? ഗുരു എല്ലാരെയും ചേർത്ത് ഒരു ഉള്ളം കൈയിൽ നിർത്തുവാൻ നോക്കിയപ്പോൾ ഈ പറയുന്ന ആ ഒരു ഐഡിയോളജി ഫോളോ ചെയ്ത് മുന്നോട്ട് വരുന്ന അതിന്റെ തന്നെ ഒരു വ്യക്താവായി പ്രവർത്തിക്കുന്ന ഈ വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്ന ഇത്തരം സ്റ്റേറ്റ്മെന്റുകൾ എന്ത് ഗുരു സന്ദേശത്തെയാണ് ഇവിടെ ഉണർത്തുവാൻ ശ്രമിക്കുന്നത്? എന്ത് ഗുരു പറഞ്ഞ ഏത് പാഠത്തെയാണ് ഇവിടെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നത്? ഗുരു ഒരിക്കലും ഒരിടത്തും പറയാത്ത കുറെ ഐഡിയോളജികൾ ഈ സമൂഹത്തിന് മുന്നിൽ സ്പ്രെഡ് ചെയ്യുമ്പോൾ ഗുരു എന്ന് പറയുന്ന വിശ്വപുരുഷൻ നമ്മുടെ ഇടങ്ങളിലേക്ക് തന്നിട്ടുള്ള ഒരു സന്ദേശമുണ്ട്. എല്ലാവരെയും ഒന്നായി കാണുക, സ്നേഹം കൊടുക്കുക, സാഹോദര്യം വളർത്തുക, ഒരുമയോടെ നിൽക്കുക, ഒന്നിച്ചു നിൽക്കുക, സംഘടിച്ചു നിൽക്കുക. ഇതെല്ലാം തന്നെ ഗുരു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. വിദ്യ കൊടുക്കുക, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, അക്ഷരങ്ങളെ സ്നേഹിക്കുവാൻ പഠിക്കുക, മദ്യത്തെയും മയക്കുമരുന്നിനെയും നമ്മുടെ ഇടങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുക, മദ്യം വിഷമാണെന്ന് പറയുക. അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഗുരു പറഞ്ഞു പോയെടുത്തു നിന്നും ഗുരു എന്താണ് ചെയ്യരുത് എന്ന് പറയുന്നത് ഇന്ന് ചെയ്യുന്നതും, ഗുരു എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു അതിനെ മാറ്റി നിർത്തുന്നതുമായുള്ള കാഴ്ചകൾ കാണുമ്പോൾ ഒരു അരുവിപ്പുറംകാരനായി എനിക്കിതിൽ ഒന്ന് പ്രതികരിക്കാതിരുന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് തെറ്റായിരിക്കും ആ ഒരു വിശ്വാസത്തോട് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഞാൻ എന്റെ ബാല്യത്തിൽ ഫോളോ ചെയ്തു വന്ന എന്റെ ഐഡിയോളജികളോട് ഞാൻ ചെയ്യുന്ന ഒരു തെറ്റായി പോകുന്നുള്ള ഒരു ധാരണയുടെ പുറത്ത് തന്നെയാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ഇവിടെ ചെയ്തത്. കാരണം ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഞാനൊരു മറ്റൊരു സമുദായത്തിന്റെ ഒരു എന്താ പറയുക ഒരു സപ്പോർട്ട് പിടിച്ചുകൊണ്ടല്ല ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് എന്റെ പേഴ്സണൽ ഇടത്തുണ്ടായ ഒരു
ഫീലിങ്സ് കൊണ്ടാണ്. കാരണം ഞാൻ പഠിച്ച എന്റെ രീതികളോടോ, ഞാൻ വളർന്നു വന്ന എന്റെ ചുറ്റുപാടുകളോടോ, ഞാൻ പൊരുത്തപ്പെട്ടു നിൽക്കുന്ന എന്റെ കാഴ്ചപ്പാടുകളോടോ വളരെ വിഭിന്നമായ രീതിയിലാണ് ഈ ഒരു പ്രസ്ഥാനത്തിൽ തന്നെ ഏറ്റവും ടോപ്പ് റേഞ്ചിൽ നിൽക്കുന്ന ഒരു വ്യക്തി വളരെ പബ്ലിക്കായിട്ട്, വളരെ ഒരു തരത്തിലൊരു മറവില്ലാതെ വളരെ ഓപ്പൺ ആയിട്ട് ഈ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നത്. അവിടെ മുറിവേൽക്കുന്നത് അപ്പുറത്ത് നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. ആ മനുഷ്യന്റെ പേര് ആന്റണി എന്നോ കൃഷ്ണൻ എന്നോ മുഹമ്മദ് എന്നോ ആവാം. അത് ആരും ആയിക്കോട്ടെ, അതൊരു നാമധേയമാകും. അതൊരു മതത്തിന്റെ ബിംബമല്ല, അതൊരു മനുഷ്യനാണ്. ഒപ്പം നിൽക്കുന്നത് ഒരു മനുഷ്യനാണെന്നുള്ളൊരു സങ്കല്പം നമ്മുടെ ഇടങ്ങളിൽ ഉണ്ടായാൽ, കൂടെ നിൽക്കുന്നത് തന്റെ കൂടെയുള്ള ഒരു കൂടപ്പിറപ്പ് എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഇടങ്ങളിൽ ഉണ്ടായാൽ, ഇവിടെ മതങ്ങൾ തമ്മിലുള്ള ഈ ഒരു ഭ്രഷ്ട്, അകൽച്ച, ഇത്തരത്തിലുള്ള വിഷയങ്ങൾ മാറിക്കിട്ടും. നമ്മൾ മാതൃകയാണ്, പലയിടങ്ങളിലും നമ്മൾ മാതൃകയാണ്. ആറ്റുകാൽ പൊങ്കാല പോലുള്ള വലിയൊരു സമയത്ത് അവിടുത്തെ ഇസ്ലാം മത വിശ്വാസികളായ പള്ളികൾ, അതുപോലെ ക്രിസ്ത്യൻ മത വിശ്വാസികളുടെ പള്ളികളും പൊങ്കാലയ്ക്ക് വരുന്നവർക്ക് സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് മത്സരമാണ്. അതുപോലെ വെട്ടുകാട് പള്ളിയിൽ അവിടെ ഉത്സവം, അവിടെ പെരുന്നാൾ നടക്കുന്ന സമയത്ത് അവിടെ എല്ലാ മതസ്ഥരും ഒരുമിച്ച് അവിടെ എത്താറുണ്ട്, അവിടെ പ്രാർത്ഥിക്കാറുണ്ട്, അവരുടെ ആവശ്യങ്ങൾ അവിടെ പറയാറുണ്ട്. കാരണം ഇതെല്ലാം തന്നെ ഈ പറയുന്ന എല്ലാ തിയറികളും, ഈ പറയുന്ന എല്ലാ ഒരു ഐഡിയോളജികളും, മതത്തിൽ നിബിഡമായി നിൽക്കുന്ന എല്ലാ ഐഡിയോളജികളോടും ഇവിടെയുള്ള എല്ലാവർക്കും താല്പര്യമാണ്, എല്ലാത്തിനോടും എല്ലാവർക്കും ഇഷ്ടമാണ്. ഇടയ്ക്ക് എവിടെയൊക്കെയോ ചെറിയൊരു കറുപ്പ് കലർന്നു പോകുന്നുണ്ടോ എന്നൊരു സംശയം. ഇവിടെ ആരും ആരോടും ഒന്നും അടിച്ചേൽപ്പിക്കുന്നില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും എവിടെയൊക്കെയോ ആരൊക്കെയോ എന്തിന്റെയൊക്കെയോ പേരിൽ ടാർഗറ്റ് ചെയ്യപ്പെടുന്നു, ആക്രമിക്കപ്പെടുന്നുണ്ട്. പക്ഷെ ഇതൊന്നും തന്നെ എന്റെ വിഷയം അത് തന്നെയായിരുന്നു. ഇതൊന്നും തന്നെ ഗുരുസങ്കല്പത്തിന്റെ ഐഡിയോളജി അല്ല. ഇതൊന്നും തന്നെ ശ്രീനാരായണ ഗുരുദേവൻ എന്ന് പറയുന്ന വലിയൊരു മനുഷ്യൻ പറഞ്ഞിട്ടുള്ള ആ ഒരു ഐഡിയോളജിയുമായിട്ട് ഇത് കണക്ട് ചെയ്യാനും സാധിക്കത്തില്ല. വളരെ തെറ്റാണ് ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന SNDPയുടെ തന്നെ ടോപ്പ് റേഞ്ചിൽ നിൽക്കുന്ന ഒരു വ്യക്തി പൊതു ഇടത്തിൽ വന്ന് പറയുന്ന ഇത്തരം സ്റ്റേറ്റ്മെന്റുകൾ. ഇതിനെതിരെ ഈ ഒരു വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുന്ന, ഗുരുസങ്കല്പത്തിൽ അടിയുറച്ചു നിൽക്കുന്ന, ഗുരുവിനെ ഫോളോ ചെയ്യുന്നവരെങ്കിലും ശക്തമായി പ്രതികരിക്കണം. ഇവിടെ ആ മൗനം കൊണ്ട് തോൽക്കപ്പെടുന്നത് ഗുരു പറഞ്ഞിട്ടുള്ള ഗുരുവിന്റെ വചനങ്ങളും ഗുരുവിന്റെ സന്ദേശങ്ങളുമാണ്. ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികളുടെ ചട്ടുകമായി മാറുന്ന മതപണ്ഡിതന്മാരെയും സമുദായ നേതാക്കളും ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികളെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി അവർ പറയുന്നു, അവരെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾ അവരുടെ ഈ പറയുന്ന ജൽപ്പനങ്ങൾക്ക് തലയാട്ടി കൊടുക്കുന്നു. ജനമെങ്കിലും ഒന്ന് തിരിച്ച് ചിന്തിക്കുക, ഗുരുസങ്കല്പത്തിൽ പോകുന്നവരെങ്കിലും ഒന്ന് തിരിച്ച് ചിന്തിക്കുക. എന്തായാലും മറ്റു വിഷയങ്ങളുമായി വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു.